നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ട ചില കാര്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നു ചേരാൻ പോകുന്നത്? ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് മേൽ ഈ പ്രപഞ്ചം നൽകുന്ന സൂചനകൾ എന്താണ്? മാനസികമായിട്ട് അനുഭവിക്കുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിക്കുവാനായിട്ട് എന്ത് സന്ദേശമാണ് ലഭിക്കുവാൻ പോകുന്നത്? ഇത് പൊതുവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഒരുപോലെ ആകണമെന്നില്ല. ഓരോ വ്യക്തികൾക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക. ഇപ്പോൾ നിങ്ങളിലുള്ള ഒരു ഊർജം തന്നെ പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ കാത്തു നിൽക്കുന്ന ഒരു സമയത്തെയാണ് കാണിക്കുന്നത്. വളരെ നല്ല ഒരു തുടക്കം തന്നെയാണ്. എളുപ്പത്തിൽ ഒരു തോൽവി സമ്മതിക്കുവാൻ ഒട്ടും തന്നെ തയ്യാറല്ല എന്നും എന്തു വന്നാലും മുന്നോട്ട് പോകും എന്ന ഒരു തീരുമാനം തന്നെയാണ്. പല കാര്യങ്ങളുടെയും അല്ലെങ്കിൽ പല ബന്ധങ്ങളുടെയും അതിർവരമ്പ് തന്നെ ഇപ്പോൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. പല കാര്യങ്ങളും ജീവിതത്തിൽ പഠിപ്പിച്ച ചില കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിച്ചിരിക്കുന്നത്. ഈശ്വരൻ നല്ല ചില അവസരങ്ങൾ മുന്നിൽ കൊണ്ടുവരികയാണ്, പലതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പലതും അതുവഴി നേടാനും സാധിക്കും. വളരെ പക്വതയോടെ, വളരെ മനോബലത്തോടു കൂടി തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആത്മാർത്ഥതയോടെ തന്നെയാണ് നിങ്ങൾ ഇതുവരെയും പ്രവർത്തിച്ചത്. ഒരുപാട് ക്ലേശങ്ങൾ ജീവിതത്തിൽ അതിജീവിക്കുകയും അതൊക്കെ കഴിഞ്ഞാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ശുദ്ധമായിട്ടുള്ള ഒരു മനസ്ഥിതി മാത്രമാണ് സമ്പാദ്യമായിട്ട് ഉള്ളത്. ആളുകളെ ഉള്ളു തുറന്ന് വിശ്വസിച്ചതിന് കുറച്ചൊക്കെ പ്രത്യാഘാതം അനുഭവിച്ചു, അത് സത്യം തന്നെയാണ്. ഒരു തരത്തിലാണ് ആ ഒരു സംഭവങ്ങളിൽ നിന്നെല്ലാം അകന്ന് ജീവിതത്തെ ഒന്ന് കരയ്ക്കെത്തിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പല അബദ്ധങ്ങളും ചതിവുകളും ഒക്കെ പറ്റിപ്പോയത് തിരിച്ചറിയുന്നുമുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വളരെ മിടുക്കോടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. തിരിഞ്ഞു നോക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം കഴിവിൻ്റെ പരമാവധി കൃത്യമായും സത്യമായും ചെയ്യാൻ ശ്രമിച്ചു. അതുമാത്രമാണ് നിങ്ങൾ ചെയ്ത, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പൂർണ്ണമായിട്ട് നിങ്ങൾ ചെയ്ത കാര്യം. പക്ഷേ അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ അതൊന്നും ഓർത്ത് ഇപ്പോൾ സങ്കടപ്പെടേണ്ട. അതിനൊക്കെ അപ്പുറം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, ശുഭമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. സ്വന്തം ശ്രമത്തിലൂടെ തന്നെയാണ് നിങ്ങളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. പല വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തരത്തിൽ സഹായങ്ങൾ, നല്ല കാര്യങ്ങൾ തന്നെ ചെയ്തു കൊടുത്തു. ഒരു വ്യക്തിയാൽ കഴിയുന്നതും അതല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടും എല്ലാം തന്നെ. പക്ഷേ മനസ്സിന് ചില നേരത്തൊന്നും സ്വസ്ഥത കിട്ടിയില്ല. ജീവിതത്തിൽ ഒരുപാട് സഹകരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു പൊട്ടിത്തെറി ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാനും സമാധാനവും മനസ്സിൻ്റെ ആ ഒരു സ്വസ്ഥതയെ നിലനിർത്തുവാനും വേണ്ടി മാത്രം നിങ്ങൾ അർഹതപ്പെടുന്ന പുരോഗതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ്. എത്രയോ നല്ല ഒരു ജീവിതമായിരുന്നു അർഹതപ്പെടുന്നത്. പരീക്ഷണ കാലമായിട്ട് മാത്രം കണ്ടാൽ മതി ഇതിനെ. ഈശ്വരനാണ് ഇതുവരെ നിങ്ങളെ നിലനിർത്തിയത്. ഇനി മുന്നോട്ടും നന്നായിട്ട് ജീവിക്കുവാൻ തന്നെയാണ് നിങ്ങൾ പോകുന്നത്. അത് ശരിക്കും സാധ്യമാകും. ആ ഒരു വിശ്വാസം ഒരിക്കലും കൈവിടിയരുത്. വിഷാദപ്പെടുന്നവർക്കും അതല്ലെങ്കിൽ തകർന്നു പോയ മാനസികാവസ്ഥയിലുള്ളവർക്കും എല്ലാം ആശ്വസിക്കുവാനായിട്ട് ഈശ്വരൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് സമീപം തന്നെയാണുള്ളത്. ഭഗവാൻ രക്ഷകനായി എത്തുമെന്ന വിശ്വാസം മാത്രം മതി. നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താനാകും. ക്ഷീണിച്ച അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളതെങ്കിൽ നിങ്ങൾക്ക് ശക്തിയേറും. ദുർബലരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബലമേറും. നിങ്ങളുടെ ദുഃഖമെല്ലാം സന്തോഷത്തിലേക്ക് വഴിമാറ്റുക തന്നെ ചെയ്യും. കഷ്ടപ്പാടും പ്രതിസന്ധികളും ഒക്കെ നീക്കാനായിട്ട്, സ്ഥിര ഉത്സാഹം നിങ്ങളിൽ നിലനിർത്തുവാനായിട്ട് ഈ പ്രപഞ്ചശക്തി സഹായിക്കും. എപ്പോഴും മനസ്സിൽ നല്ല ചിന്തകൾ വേണം. നമ്മളെക്കാൾ മെച്ചമായിട്ട് ആരുമില്ല എന്ന ചിന്തയല്ല വേണ്ടുന്നത്. നാം വളരെ സ്പെഷ്യലായിട്ടുള്ള, വളരെ യുണീക്കായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. മറ്റാരുമായിട്ടും സാമ്യപ്പെടുത്താൻ, ആരുമായിട്ടും കമ്പയർ ചെയ്യാനാവാത്ത ഒരു വ്യക്തി തന്നെയാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ആ ഒരാളെ മാത്രമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെപ്പോലെ അനേകരെ ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരും വ്യത്യസ്തർ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ജീവിതത്തിന്
എത്രത്തോളം വിലയുണ്ടെന്ന് നാം തന്നെ മനസ്സിലാക്കണം. നാം നമ്മെ തന്നെ മനസ്സിലാക്കണം. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ദൗർബല്യങ്ങൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ശീലങ്ങൾ എല്ലാം തിരിച്ചറിയുവാനും നാം നമ്മെ തന്നെ മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ വരുത്തി മുന്നേറാനും തയ്യാറാവണം. മടിയില്ലാതെ ഓരോ നിമിഷവും പ്രവർത്തിക്കാൻ നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് നമുക്ക് നാം തന്നെ നൽകണം. ക്ഷീണവും മടിയും എല്ലാം മാറും. എല്ലാത്തിനോടും നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറി ഉത്സാഹത്തോടെ നിങ്ങൾ മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. മനസ്സിലുള്ളതെല്ലാം പ്രാവർത്തികമാക്കും. എന്തെന്നാൽ അതിനുള്ള ശക്തി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സൂചന തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ ഇരിക്കുന്നിടത്തോളമാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ മുന്നോട്ട് പോകണം എന്ന ചിന്ത ഓരോ നിമിഷവും ഉണ്ടാകണം. ഇതുവരെയുള്ള നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാകണം നാളെയുള്ള നിങ്ങൾ. ഓരോ ദിവസവും കഴിയുമ്പോഴും നിങ്ങളുടെ അവസ്ഥകൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടണം. നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു കാര്യത്തിനേക്കായി, അതല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതത്തിലേക്കായിട്ട് എത്തിച്ചേരണമെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ മുന്നേറുക തന്നെ വേണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സാധിക്കുക തന്നെ ചെയ്യും. മുന്നോട്ടുള്ള വഴിയിൽ വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, വ്യക്തികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ആകാം, അതൊക്കെ തന്നെ നിങ്ങളുടെ ആ വഴിയിൽ നിന്നും മാറുന്നതിന്, ആ ഒരു അവസ്ഥ തന്നെ സംജാതമാകുന്നതിന് വഴി തെളിക്കുകയാണ്. ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം. സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങളിൽ വന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ മൂലം മനസ്സിലുള്ള വേദനകളെ ഇപ്പോൾ മറക്കുക. എന്താണ് മുന്നോട്ട് പ്രാവർത്തികമാക്കി ആ ഒരു ജീവിതം സുഗമമായിട്ട് നയിക്കാൻ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുക. അതിനായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഈശ്വരൻ ആ ഒരു കാര്യത്തിന് നിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളിലൂടെ ചിലപ്പോൾ ചിലർ കടന്നുപോയെന്ന് വരാം. എങ്കിലും ഈശ്വരൻ്റെ ഓർമ്മ മനസ്സിൽ നിലനിർത്തുക. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം തന്നെ ഈശ്വരനിലേക്ക് സമർപ്പിക്കുക. നിങ്ങൾ വീണ്ടും ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായിട്ട് മുന്നോട്ട് പോവുക. ഒരു നിമിഷം പോലും തളർന്നിരിക്കരുത്. ഉത്സാഹത്തോടെ തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവുമാണ് നമുക്കുള്ള സമാധാനവും സംതൃപ്തിയും എല്ലാം കൊണ്ടുവരുന്നത്. അതില്ലാത്തിടത്തോളം നമ്മൾ വിഷമാവസ്ഥയിൽ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എതിരാളികളായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് മുന്നോട്ടുള്ള പാതയിൽ നിങ്ങൾക്ക് തടസ്സം ചെയ്യുന്നതെങ്കിൽ, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ദോഷം വരുത്തുന്നവയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടികൾ വന്നുകൊള്ളും. അത് ഏത് വഴിയിലൂടെയാണെന്ന് ഒരിക്കലും പ്രവചിക്കുവാൻ പോലും സാധിക്കുകയില്ല. അതിനാൽ നിങ്ങൾ ന്യായമായ വഴിയിലൂടെ സത്യസന്ധമായിട്ട് മുന്നോട്ട് തന്നെ പോവുക. എല്ലാ കാര്യങ്ങളെയും പ്രതിരോധിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഒന്നിനും എടുത്തുചാട്ടം വേണ്ട, കോപം വേണ്ട. ആലോചിച്ചുള്ള പ്രവർത്തനം നിങ്ങളെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഈശ്വരൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകും. സങ്കടങ്ങൾ എല്ലാം തന്നെ ഈശ്വരനിലേക്ക് സമർപ്പിച്ചാണ് നിൽക്കുന്നത്. ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. മനസ്സിൽ ഒരുപാട് നേറി നിൽക്കുന്ന ഒരുപാട് വിഷമങ്ങൾ കാണും. പക്ഷേ അതിനെയെല്ലാം കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം മുന്നോട്ട് നോക്കുക. മുന്നോട്ട് ജീവിക്കണം. സമാധാനവും സംതൃപ്തിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എല്ലാം നേടുന്നതിന് വേണ്ടി തന്നെ ഉത്സാഹത്തോടെ മുന്നിട്ടിറങ്ങാൻ ഈ പ്രപഞ്ചം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സമാധാനമായിട്ട് നിലനിൽക്കുവാനുള്ള എല്ലാ വഴികളും ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്.